Everything is possible here. പിന്നെ ഈ സിനിമ ഫൈറ്റ് വേറെ കേട്ടോ, എത്ര മാർഷൽ ആർട്സ് പഠിച്ചാലും ഇത് വേറെ ഭയങ്കര ഒരു ആനയും അണ്ണാനും തമ്മിലുള്ള വ്യത്യാസം. ഒരു കറക്റ്റ് പഞ്ച് ചെയ്യുന്നത് ഒരാളെ സെൽഫ് ഡിഫെൻസിൽ ചെയ്യുന്നതും സിനിമയിൽ ചെയ്യുന്നതും ഭയങ്കര വ്യത്യാസം. കാരണം അത് മാറ്റി ഈ സിനിമ ഫൈറ്റ് പഠിപ്പിച്ച് കൊണ്ടുവരുന്നത്. അപ്പൊ അങ്ങനെ നമ്മളെ ഇതല്ലാത്ത കാരണത്താല് തെറ്റുകൾ വരുവാണെങ്കിലും അത് ലാസ്റ്റ് നിങ്ങളുടെ ചുമലിലായിരിക്കുമല്ലോ. ഒരു മറ്റവർക്ക് പറഞ്ഞ ഭയങ്കര ആവേശമായിരിക്കും. തുടക്കത്തിലൊരു പരിപാടിയാണ്, സേഫ്റ്റി ഒന്നും നോക്കില്ല. മറ്റൊരു ക്യാമറയിൽ പക്കയ, അതായത് ക്യാമറയ്ക്ക് അനുസരിച്ച് ചെയ്താൽ മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. ഇവര് റിയൽ ആയിട്ട് ചെയ്യും. വീഴേണ്ട കാര്യത്തിൽ വീഴണ്ട, കാരണം എന്ന് പറഞ്ഞാൽ ക്ലോസ് ഔട്ട് ആയിരിക്കും. അവിടെ വീഴുന്നത് രജിസ്റ്റർ ആവും കൂടില്ല. അപ്പോൾ ഇവര് വെറുതെ വീഴേണ്ട കാര്യമില്ല. ലാലേട്ടൻ ഒരുപാട് അനുഭവമുണ്ട്. ലാലേട്ടൻ നന്നായിട്ട് ഒരു 12 സീക്വൻസ് ഒരുമിച്ച് കൊടുത്താലും പുള്ളി ഫൈറ്റ്. പ്രണയം ഉണ്ടായിരുന്നു, കോളേജിൽ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നു. മരിച്ചു, ഒരു ആക്സിഡന്റിൽ മരിച്ചു. പിന്നെ അതിനുശേഷം ഇപ്പൊ മലയാളത്തിലെ ഏതെങ്കിലും ആക്ടേഴ്സ് നിങ്ങൾ എല്ലാവരുടെ കൂടെയും, നിവിൻ പോളിയുടെ കൂടെയും എന്താ പറയാ ദുൽഖറിന്റെ കൂടെയും സുപരിയുടെ കൂടെയും എല്ലാവരുടെ കൂടെയും ചെയ്തു, ബേസിലിന്റെ കൂടെയും ടോവിനോയുടെ കൂടെയും, അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മലയാളത്തില്? ഉറപ്പായിട്ടും. അതായത് നമ്മുടെ ഇപ്പോൾ കളയുടെ കൊറിയോഗ്രഫി എടുത്ത് പറയുകയാണെങ്കിൽ, ഒന്നാമത് ഒരു വയലൻസ് ആയിട്ടുള്ളൊരു കുറേ ഫൈറ്റുകളായിരുന്നു. അപ്പോൾ ആ ഫൈറ്റ് ഞങ്ങൾ ഡിസൈൻ ചെയ്ത് ടോം ആൻഡ് ജെറി കാർട്ടൂൺ കൺവേർട്ട് ചെയ്തിട്ട് ടോം ആൻഡ് ജെറിയിൽ കുറച്ച് വയലൻസ് ഉണ്ട് ശരിക്കും നോക്കിയാൽ, മറ്റൊരു രീതിയിൽ നോക്കിയാൽ. കോമഡി ആയിട്ട് കണ്ട അതിനെ വയലൻസ് ആക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ഞാൻ കൊറിയോഗ്രഫി കണ്ടിട്ട് പുള്ളി ഭയങ്കര ഹാപ്പി ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ആ കൊറിയോഗ്രഫിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതെ 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 അതെ. പിന്നെ ആവേശം സിനിമയിൽ ചെയ്തിട്ടുണ്ടല്ലേ? ആവേശം ചെറിയൊരു, ഞാൻ ഡാൻസറും കൂടിയാണ്, കൊറിയോഗ്രാഫറാണ്, ഡാൻസറും കൂടിയാണ്. അപ്പോൾ അന്ന് അവിടെ സെറ്റിൽ പോകേണ്ട ഒരു ആവശ്യം വന്ന സമയത്ത് മാസ്റ്റർ ഒരു ഡാൻസിൽ ചെറിയൊരു സീക്വൻസിൽ മാത്രം, ബാറിൻ്റെ ഡാൻസ് സീക്വൻസിൽ ഒന്ന് ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ ചെയ്ത് പോകുന്നു. ആവേശം കേരളക്കാരെ ഇളക്കി മറിച്ചൊരു സിനിമയായിരുന്നു. അത് കണ്ടായിരുന്നു നമ്മുടെ ഫാസിലിന്റെ? ഇല്ല, ആ സീക്വൻസ് അവിടെ ചെയ്യുന്ന സമയത്ത് സാർ അവിടെ ഇല്ലായിരുന്നു. അല്ലാതെ തന്നെ വെച്ച് ചെയ്യുന്നൊരു, ഞാനറിയില്ല, ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ ഈ പടമാണ് എന്ന പടം അവിടെ ഒരു ഞങ്ങളുടെ റോപ്പിൻ്റെ ഒരു സീക്വൻസിൻ്റെ ഒരു കാര്യം കൊടുക്കാൻ വേണ്ടിയാണ് പോയതാണ്. അപ്പോൾ പോയ സമയത്ത് അത് കൊടുത്തു വരുന്ന സമയത്ത് നീ ഡാൻസ് പണ്ണുമല്ലേ പണ്ണെന്ന് പറഞ്ഞാൽ കൂടി അങ്ങനെ ചെയ്തത് ഇത്രയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഒരു ഡ്രീം കൊറിയോഗ്രഫി ഉണ്ടോ നിങ്ങൾക്ക്? തീർച്ചയായിട്ടും. ഇപ്പോഴും അതിൻ്റെ വർക്കുകൾ പ്രീ പ്രൊഡക്ഷൻ നടന്നിട്ടില്ല. ഈ പറഞ്ഞ പോലെ മഴയൊക്കെ കഴിഞ്ഞ് ഏകദേശം എൻ്റെ പരിപാടിയാണ്. ഒരു സ്പെഷ്യൽ പ്രത്യേക ടൈപ്പ് ഓഫ് സ്റ്റണ്ട്, അതായത് നമ്മൾ കണ്ട പോലെ നായകൻ വില്ലൻ പരിപാടി അല്ലാതെ ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് റിഗൊക്കെ വെച്ചിട്ട് ചെയ്യുന്നൊരു സ്പെഷ്യൽ പരിപാടി വരുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരുക്കത്തിലാണ് ഞങ്ങൾ. അപ്പോൾ അതിനെക്കുറിച്ച്, ഡ്രീം കൊറിയോഗ്രഫിയെ കുറിച്ച് 2 വാക്ക്. ഭയങ്കര സൈലന്റ് ആയിട്ട് ഇരിക്കും ആള്. ഫൈറ്റ് മാത്രമേ ഉള്ളൂ, വർത്താനം ഇല്ല. എന്നാ ഞാൻ പാസ് ചെയ്യാം, നമ്മുടെ സൂര്യയിലേക്ക് പാസ്. ഡ്രീം പ്രോജക്റ്റ് ഒന്ന് വരാനിരിക്കുന്നുണ്ട്. അത് ഈ പറഞ്ഞ പോലെ തന്നെ കാലാവസ്ഥേന്റെ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഒന്ന് ഡിലേ ആവുകയാണ്. അതിൽ കുറച്ച് നമ്മൾ ഇതുവരെ മലയാള സിനിമയിൽ കണ്ടിട്ടില്ലാത്ത ഒരു തരം ഒരു കൊറിയോഗ്രാഫിയും പരിപാടി അതിനകത്തുണ്ട്. സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള റിഗ് പരിപാടിയൊക്കെ ഉണ്ട് അതിനകത്ത്. പക്ഷെ അത് എപ്പോൾ നടക്കുമെന്ന് അറിയില്ല, ഉടനെ ഉണ്ടാവും. നിങ്ങൾ തന്നെയാണ് അപ്പൊ ഇതൊക്കെ കണ്ടുപിടിക്കുന്ന പുതിയ പുതിയ മെത്തേഡുകളൊക്കെ? ഞങ്ങളെല്ലാ സ്റ്റൻസും കാണാറുണ്ട്. പുറത്ത് വിദേശത്തുള്ള മാസ്റ്റേഴ്സിന്റെ ആണെങ്കിലും ഇന്ത്യയിൽ തന്നെ എല്ലാ സ്റ്റേറ്റിലുണ്ടല്ലോ സിനിമ, അതിലെല്ലാം ഞങ്ങൾ അനലൈസ് ചെയ്യാറുണ്ട്. എന്നിട്ടാണ് നമ്മൾ പുതുതായിട്ട് എന്തെങ്കിലും കൊണ്ടുവരാൻ ശ്രമിക്കാറ്. പിന്നെ അവരുടെ എക്യുപ്മെന്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് വേണം. നമ്മൾ സേഫ്റ്റി പ്രധാനം കൊടുക്കും. അങ്ങനത്തെ എക്യുപ്മെന്റ്സുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നത് നമ്മളെ തന്നെ അത് ഉണ്ടാക്കിയില്ല ശ്രമിക്കാറുണ്ട്. അപ്പൊ വിദേശത്തുള്ള അത്രയും ഒരു ബജറ്റിൽ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുമോ? ഇല്ല, പക്ഷേ വിദേശത്തുള്ള മാസ്റ്റേഴ്സ് ഇവിടെ വന്ന് ചെയ്യാറുണ്ട്. പക്ഷെ അവർ ചെയ്യുന്ന അതേ കൊറിയോഗ്രാഫി നമുക്ക് ഇവിടെ കുറഞ്ഞ ബജറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റാറുണ്ട്. അങ്ങനെ ഒരു നമ്മളൊരു രീതിയാണ്. പല ഡയറക്ടേഴ്സിനും നമുക്ക് കംഫർട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവർ എന്താണ് ഉദ്ദേശിക്കുന്നത്, അത് വിദേശത്തുള്ള മാസ്റ്റേഴ്സ് ഓൾറെഡി കൊറിയോ ചെയ്ത് വെച്ചിട്ടൊരു കാര്യം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരത് മാത്രമേ ചെയ്യുള്ളൂ, അത് വിട്ടിട്ടൊന്നും ചെയ്യില്ല. അപ്പം ഡയറക്ടർക്ക് വേറെ അഭിപ്രായം പറയാണ് അതിനിടയ്ക്ക്
ഇതൊന്നും ഒരു മാറ്റം വരുത്തണം എന്ന് പറയുകയാണെങ്കിൽ അവരവിടെ പേരിക്കും. ആ കാര്യത്തിൽ ഞങ്ങൾ സക്സസ് ആണ്. കാരണം എടുത്തു പറയുന്ന ഒരു കാര്യം അനുഭവം ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഇവർ പേരിക്കാവും, പേരിക്കാവും. കാരണം പെട്ടെന്ന് ചേഞ്ച് വന്നാൽ അവർ എന്താണ് അടുത്ത് ചെയ്യേണ്ടത്. ഞങ്ങൾ സ്പോട്ട് കൊറിയോഗ്രാഫി ചെയ്യും. സ്പോട്ട് കൊറിയോഗ്രാഫി ചെയ്യാൻ ഓൾറെഡി കൊറിയോഗ്രാഫി ചെയ്യും എന്നിരുന്നാൽ പോലും അവിടെ പോയിട്ട് ഡയറക്ടർക്ക് എന്തെങ്കിലും പുതിയ സജഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ആർട്ടിസ്റ്റിനനുസരിച്ച് നമ്മൾ സ്പോട്ടിൽ കൊറിയോഗ്രാഫി മാറ്റി ചെയ്യാറുണ്ട്. ഇപ്പൊ ചില ഫൈറ്റ് സീക്വൻസിൽ ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് പ്രശ്നം കൊണ്ട് ഇപ്പൊ അന്നത്തെ ദിവസം ഫൈറ്റ് തീർക്കേണ്ടത് ഇൻ കേസ് എന്തെങ്കിലും തീർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ മേ ബി നമ്മൾ ചെയ്ത കൊറിയോഗ്രാഫിയിലും എന്തെങ്കിലും മാറ്റങ്ങൾ ഡയറക്ടർ സജഷനിൽ ഉണ്ടാവാറുണ്ട്. സ്ക്രിപ്റ്റിലും അതേപോലെ തന്നെ ഡയറക്ടർ ഭാഗത്തു നിന്ന് മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ ആ സമയത്ത് ഞങ്ങൾ ഫ്ലെക്സിബിൾ ആയിട്ട് അതിനെ വർക്ക് ചെയ്ത് ഭംഗിയാക്കി കൊണ്ടുവരിക എന്നുള്ളത് നമ്മൾ ചെയ്യാറുണ്ട്. വിദേശത്തുള്ള സ്റ്റെന്റ് മാസ്റ്റേഴ്സ് ഒക്കെ ഇവിടെ വന്ന് ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വിദേശത്തൊക്കെ പോയിട്ട് ചെയ്യണം സിനിമയിലെന്ന് ആഗ്രഹമുണ്ട്? അവസരം വന്നിട്ടുണ്ട്. അങ്ങനത്തെ കുറച്ച് അവസരം ഭാവിയിൽ വരാൻ ചെയ്യാൻ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മളെല്ലാം പഠിക്കുന്നതിന്റെ ഒരു ഗുണം അതാണല്ലേ, എവിടെ പോയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് നേരത്തെ മാസ്റ്റർ പറഞ്ഞ പോലെ ഓരോ സെറ്റും എക്സ്പീരിയൻസ് ആണ്. ഓരോ എക്സ്പീരിയൻസ് പുതിയ പുതിയ എക്സ്പീരിയൻസുകളാണ്. പിന്നെ എല്ലാം മനുഷ്യന്മാരെല്ലാം പഠിച്ചു തീരുന്നില്ലല്ലോ. എന്ത് പഠിച്ചുകൊണ്ടിരിക്കുവാണ് നമ്മൾ ഓരോ വർക്കിൽ. ഞങ്ങൾ തരം തിരിച്ചിട്ടുണ്ട്. ഓരോ ആൾക്കാർക്കും വേണ്ട ഫൈറ്റ് എങ്ങനെയാണെന്നുള്ളത് അതനുസരിച്ച് ഡിസൈൻ ചെയ്യാം. ഇപ്പൊ വിദേശ ടീമിന് വേണ്ടത് അങ്ങനത്തെ ഒരു ഫൈറ്റ്, റിയാലിറ്റി വേണ്ടടുത്ത് ഇങ്ങനെ. ഇപ്പൊ മലയാളികള് ഇപ്പം സ്റ്റെന്റ് ഡയറക്ഷൻ ആണെങ്കിലും കൊറിയോഗ്രഫി ആണെങ്കിലും എല്ലാം ചെയ്യും. അവിടെ ഓരോരാൾ സെപ്പറേറ്റ് ആയിട്ട് കോർഡിനേറ്റർ ആണ്, പിന്നെ ഡയറക്ടർ, അങ്ങനെ വ്യത്യസ്തമായിട്ടാണ് ചെയ്യുന്നത്. അതെ 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 അതെ. ഇപ്പോൾ ക്യാമറ DOPക്ക് ഒരു ക്യാമറമാൻ വേറെയാണ്, ക്രിയേറ്റീവ് ഡയറക്ടർ, അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റെന്റ് കോർഡിനേറ്റർ, സ്റ്റെന്റ് കൊറിയോഗ്രാഫർ, അങ്ങനെ കാറ്റഗറി. പക്ഷെ മലയാളികളെല്ലാം ഒരാൾ മാസ്റ്റർ പിന്നെ കൂടെ ഉള്ളവർ കൂടുതലും ഫോളോ ചെയ്യാറുണ്ട്. അത് കുറച്ചൊരു കംഫർട്ടാണ്. ഒരാൾ കൊറിയോഗ്രാഫി ചെയ്യുക, മറ്റൊരാൾ സെറ്റ് നോക്കുക, അങ്ങനെ അങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ്. അതെ, ഒരേ സമയം നമ്മൾ പല പല വർക്കായിരിക്കും. ചിലപ്പം രണ്ടുപേര് വേറെ വർക്കിലായിരിക്കും, അവരവിടെ ചെയ്യും, ചെയ്യാറുണ്ട്. ഇഷ്ടപ്പെട്ട സ്റ്റണ്ട് മാസ്റ്റർ ആരോ, ഒരു റോൾ മോഡൽ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? നമ്മളെ മാസ്റ്റർ അല്ല, നമ്മുടെ ഈ മാസ്റ്റർ തന്നെ അല്ലാതെ ആരെങ്കിലും കണ്ടിട്ട് ഇഷ്ടം ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. ആണോ? ജാക്കി ചാൻ ഇന്ത്യയിലെ ത്യാഗരാജ മാസ്റ്റർ. കാരണം ത്യാഗരാജ മാസ്റ്റർ കാണുമ്പോൾ മാസ്റ്റർ എന്ന് തോന്നില്ല. അതാണ് എനിക്ക്. കാരണം എന്നെ കാണുമ്പോഴേ, ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞങ്ങളൊരു ലൊക്കേഷനിൽ വന്ന് ഇറങ്ങാണ്. ഇപ്പൊ ഫൈറ്റ് മാസ്റ്റർ ആരാന്ന് ചോദിച്ചിട്ട് പേരൊക്കെ കേട്ടിട്ടുണ്ടാവും. ഫസ്റ്റ് ഇയാളോടെ പോവാ ഡയറക്ടർ വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ബാക്കിൽ വരുന്നുണ്ടോ, എന്നെ കാണുമ്പോൾ മാസ്റ്റർ ലുക്ക് ഇല്ലല്ലോ. ഒരു മാസ്റ്റർ എന്ന് പറയുമ്പോൾ എല്ലാവരും കാണുന്ന ഒരു കുറെ സാധനങ്ങളുണ്ട്, ഒരു കുറെ അപ്പൊ അവിടെ ത്യാഗരാജ മാസ്റ്ററിന്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇതേ അനുഭവം പുള്ളിക്ക് ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ എനിക്ക് ത്യാഗരാജ മാസ്റ്റർ ഭയങ്കര. ഇന്ത്യയില് ത്യാഗരാജ മാസ്റ്റർ ഇപ്പോഴും ആക്റ്റീവ് ആണ്. ജാക്കി ചാൻ, ത്യാഗരാജ മാസ്റ്റർ. അപ്പൊ അതാ ഞാൻ ചോദിച്ചത്, ഒന്നും ഇല്ലേ റോബിൻ ചേട്ടനാണ്? അല്ല, ജാക്കി ചാൻ എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് സെറ്റിൽ ആയിരുന്നു. എന്താ ജാക്കി ചാൻ ഇഷ്ടപ്പെടാൻ കാരണം? ഒരു ഫൈറ്റ് തന്നെ മെയിൻ എന്ന് പറഞ്ഞാൽ ഒരു മാർഷൽ ആർട്ട് ചെയ്യുന്നുണ്ട്. സ്കൂളിലെ ക്ലാസ് ഒക്കെ ചെയ്യുന്നുണ്ട്. കുംഫുവിന്റെ മാഷ. കുട്ടികളൊക്കെ ഇങ്ങനെ സൈലന്റ് ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. അല്ല, വർക്ക് തുടങ്ങുമ്പോ പുള്ളി ആക്റ്റീവ് ആണ്. ഇങ്ങനത്തെ കേസ് പുള്ളി അഭിമുഖീകരിച്ചില്ല. അതാ നിങ്ങൾ എന്തൊക്കെയാ പഠിച്ചേക്കുന്ന? കുംഫു അങ്ങനെ മാസ്റ്റർ ഞാൻ ബോക്സിംഗ് പഠിച്ചിട്ടുണ്ട്, കരാട്ടെ പഠിച്ചിട്ടുണ്ട്, രണ്ടും പഠിച്ചു. കളരിയൊക്കെ കൊറേ വർഷമായോ? ചെറുപ്പം തൊട്ട്. കുമളി ഒരു കളരി ക്ലാസ് ഉണ്ട്. കുമളിയിൽ കളരി ക്ലാസ് ഉണ്ട്. അവിടെ മറ്റേ ഓഡിയൻസ് ഒക്കെ വരുമ്പോ കാണാം, ടൂറിസ്റ്റുകളൊക്കെ വരുമ്പോ ഇവരാ ചെയ്യാം. കളരി ഭയങ്കര രസമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ അല്ലേ? അതെ, പാർക്കോർ, ചൈനീസ് കുംഫു, പിന്നെ കരാത്തെ, പിന്നെ ഫ്രീ റണ്ണിങ്, ട്രിക്കിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടിയും കൂടി ഇപ്പൊ ചെയ്യുന്നുണ്ട്. ബോക്സിങ് നല്ല ബോക്സറാണ്. പിന്നെ കളരി അത് അങ്ങനത്തെ പിന്നെ വേറെ കേസിനുണ്ടോ? ഡാൻസിനാണെന്ന് വെച്ചാൽ എല്ലാ ഡാൻസും. ഇപ്പൊ ഈ അടുത്ത് ജോൺ സമ്പ്രയുടെ അതില് മഡോണേനെ കൊറിയോഗ്രഫി പുള്ളിയാണ് ഡാൻസ് ചെയ്തത്. പിന്നെ ഇത് സിനിമ ഫൈറ്റ് വേറെ ആട്ടോ. ഇപ്പൊ ജോൺ സമ്പ്രയുടെ ഒരു ആഡ് ഇപ്പൊ റിലീസ് ആയിട്ടുണ്ട് തോന്നുന്നു.
ജോൺസൺ കൊടയുടെ നിങ്ങളാണോ ചെയ്തത്? ഞങ്ങളായിരുന്നു അതിൽ ചെയ്തത്, ഫൈറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ. അപ്പോൾ അതിലൊരു ഡാൻസിന്റെ പോർഷൻ വന്നപ്പോൾ ഡയറക്ടർ ചോദിച്ചു ഡാൻസ് ആരെങ്കിലും അറിയോ, പെട്ടെന്നൊരു സാധനമായിരുന്നു. പുള്ളി അപ്പോൾ തന്നെ കൊറിയോഗ്രഫി ചെയ്ത് മടവണയായിരുന്നു ആർട്ടിസ്റ്റ്. കൊടേനെ കൊണ്ട് എല്ലാരും അടിച്ചിടുന്നതാണോ? ആ കുട വെച്ചിട്ടുള്ളത് ഇപ്പൊ റിലീസായിട്ടുണ്ട്. നെഞ്ചപ്പയായിരുന്നു ചെയ്തിരുന്നത്. അതെ അതെ, കഴിഞ്ഞ 2 പ്രാവശ്യം ചെയ്തു ഞങ്ങൾ. കഴിഞ്ഞ പ്രാവശ്യത്തെ ആയിട്ടിൽ നെഞ്ചപ്പയായിരുന്നു മൊത്തം ഫൈറ്റ് ചെയ്തിരുന്നത്. ആവേശത്തില്, അതെ അതെ, ഫ്ലൈങ് കിക്ക് ചെയ്യുന്ന ആള്. ഇത് കഴിഞ്ഞ് 2ാമത്തേല് വേറൊരു ആർട്ടിസ്റ്റ് ആയിരുന്നു. അത് ഒരു അത്രയും പവർ ഉണ്ടോ കൊടക്ക്? കൊടക്ക് നല്ല പവറാണ്. ഒരു ഇടിക്കുമ്പോ അയ്യോ. അപ്പൊ ഇനി ഓരോ വർഷം ഇനി കൊടയുടെ പരസ്യത്തില് നിങ്ങളുടെ ഒരു ഫൈറ്റ് കാണാം. ഉറപ്പായിട്ടും അതൊരു വെറൈറ്റി തീമും കൂടിയാണ്. കുട വെച്ചിട്ടുള്ള കുറച്ച് കൊറിയോഗ്രഫി ആഡിൽ വന്നിട്ടില്ലല്ലോ. അപ്പൊ പുതിയ ജോൺസൺ കൊടയുടെ കൊറിയോഗ്രാഫർ ഇതാ അപ്പു എന്ന് വിളിക്കുന്ന വിപിനാണ്, ഡാൻസ് കൊറിയോഗ്രാഫർ. പിന്നെ ഈ സിനിമ ഫൈറ്റ് വേറെ ആയിട്ടോ, എത്ര മാർഷൽ ആർട്സ് പഠിച്ചാലും ഇത് വേറെ ഭയങ്കര ഒരു ആനയും അണ്ണാനും തമ്മിലുള്ള വ്യത്യാസം ആണോ? അതെങ്ങനെയാ? അതായത് ഇപ്പൊ ഒരു സിനിമ ഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ലോജിക്ക് സിനിമ ഫൈറ്റിലില്ല. ഒരു സെൽഫ് ഡിഫെൻസ് ഇതൊക്കെ പഠിച്ച ഒരാൾ വന്നിട്ട് സിനിമ ഫൈറ്റ് ചെയ്യുമ്പോൾ ഒറിജിനൽ ആ ഒരു രീതിയിലായിരിക്കും സ്റ്റൈൽ. ഇപ്പോൾ കള്ള് ഷാപ്പിൽ പെട്ടെന്ന് നല്ല എക്സ്പെക്ട് ഉണ്ടാവുന്ന ഒരു അടി, അതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ കരാട്ടെ രീതിയിലുള്ള അറ്റാക്കാണ് മറ്റാൾ ചെയ്യുക. സ്ക്രിപ്റ്റില് നാടൻ അടിയായിരിക്കും. എല്ലാ അടിയും നമ്മളൊരു പ്രത്യേക രീതിയിലുള്ള ഇതിനൊരു ഫ്ലോ ഉണ്ട്, റിതം ഉണ്ട്, ടൈമിംഗ് ഉണ്ട്. അതെ അതെ. ഇപ്പൊ പഞ്ച്, ഇപ്പോൾ ഒരു കറക്റ്റ് പഞ്ച് ചെയ്യുന്നത് ഒരാളെ സെൽഫ് ഡിഫെൻസിൽ ചെയ്യുന്നതും സിനിമയിൽ ചെയ്യുന്നതും ഭയങ്കര വ്യത്യാസമാണ്. കാരണം അത് മാറ്റി ഈ സിനിമ ഫൈറ്റ് പഠിപ്പിച്ച് കൊണ്ടുവരും നമ്മൾ. അപ്പൊ ഇതൊന്നും അവിടെ ആപ്റ്റ് ആവില്ല. അത് കരാട്ടപ്പാടം ആവണം, ഇപ്പൊ ഓക്കെ ആയിരിക്കും. പക്ഷെ ബാബു ആന്റണിയുടെ ഒക്കെ പോലെയുള്ള പടമായിരിക്കണം അങ്ങനത്തെ. അത് പുള്ളി ഒറിജിനൽ കരാട്ടക്കാരെന്ന് പറഞ്ഞു വരാണെങ്കിൽ ഓക്കെയാണ്. അല്ലാത്ത രീതിയിൽ അത് വർക്കൗട്ട് ആവില്ല. കാരണം കരാട്ടെ പഞ്ച് വരുമ്പോ അതൊരു ഫിസിക്കലി നമ്മളൊരു ഇതാവാൻ വേണ്ടി എല്ലാം പഠിച്ചിരിക്കണം. ആ ഒരു ഫ്ലെക്സിബിലിറ്റിക്ക് മാത്രം. ഡാൻസ് ഡാൻസ് ആണ് ശരിക്കും പറയുന്നത്. ഒരു ബോഡി സ്റ്റിഫ്, മറ്റവരൊക്കെ സ്റ്റിഫ് ആയിരിക്കും, ബോഡി നല്ല കട്ടിയായിരിക്കും. ഇതൊരു ഒഴുക്കാണ്. ഇതില് നമ്മൾ ആ റിതം തെറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ഒറിജിനൽ മാർഷൽ ആർട്സ് പോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക്, ആർട്ടിസ്റ്റിന് പരിക്ക് പറ്റും. നമ്മൾ അവരുടെ സേഫ്റ്റിയും കൂടെ നോക്കിയിട്ട് വേണം സിനിമ സ്റ്റണ്ട് ചെയ്യാനായിട്ട്. പണ്ടൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് ബാബു ആന്റണിയുടെ കൂടെ ഫൈറ്റിന് നിൽക്കുമ്പോൾ ആൾക്കാർക്ക് പേടിയായിരുന്നു. കാരണം അദ്ദേഹത്തിന് അറിയാലോ. അപ്പൊ ഭയങ്കര എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇവർക്കൊരു പ്രശ്നവും വരില്ല. പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഭയങ്കരമായിട്ട്. അതെ ഞങ്ങൾ ചെയ്യിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഫൈറ്റ് ചെയ്യിപ്പിച്ചു. ബാഡ് ബോയിൽ ഞങ്ങൾ ഫൈറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴും നല്ല ഫ്ലെക്സിബിലിറ്റിയാണ്, സ്റ്റൈലാണ് ഫൈറ്റ് ചെയ്യാൻ. നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇല്ല, നമുക്കിപ്പോ ഒരു ഓപ്ഷൻ നമ്മളോട് പറയും, നമുക്ക് ഒരു ഇങ്ങനെ ഒരു സ്റ്റൈല് കൊണ്ടുവന്നാലോ എന്ന് പറയുമ്പോൾ ഓക്കെ, ഡയറക്ടറായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം നമ്മളത് ചെയ്യാം. നിങ്ങൾ പറയുന്ന അങ്ങനെ തന്നെ കേൾക്കും, അങ്ങനത്തെ ഒരു ഈഗോവും കാര്യങ്ങളും ഒന്നുമില്ല? ഇല്ല. കാരണം എന്ന് പറഞ്ഞാൽ അത് അവർക്ക് മൊത്തം അതിന്റെ ഫുൾ പരിപാടി അറിയില്ലല്ലോ. ഇതിന്റെ ഔട്ടാണ് കാണുമ്പോഴാണ് അവര് അത് നമുക്ക് ഔട്ട് നമുക്കല്ല അറിയുള്ളൂ. കാരണം അതിലൊന്നും ഓപ്ഷൻ പറയാറില്ല. ഇതുവരെയ്ക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. റോഷാക്കില് മമ്മൂക്കയുടെ ഓപ്പോസിറ്റ് ആയിട്ട് നിന്നിട്ടുണ്ട് അല്ലേ? അത് ഏതായിരുന്നു സീന്? അത് ഫാക്ടറിയിൽ, ഫാക്ടറിയിൽ ഒരു ഫൈറ്റ്, ചെറിയൊരു ഫൈറ്റ് ആയിരുന്നു. എന്നാലും ഒരു സീറ്റ് എങ്ങനെയുണ്ടായിരുന്നു മമ്മൂക്കയുടെ? എക്സ്പീരിയൻസ് ആയിട്ട് മമ്മൂക്കനെ പോലെ ഒരു ആർട്ടിസ്റ്റിന്റെ കൂടെ ഫസ്റ്റ് ടൈമാണ്. ഒരു മനസ്സിലൊരു ഉള്ളിലൊരു പേടിയുണ്ട്. എന്നാൽ പോലും നമ്മള് കാരണം ഒരു സീൻ, ഒരു ഷോട്ട് റീടേക്ക് പോരുത് എന്നുള്ളൊരു, അതുകൂടെ നമ്മളെ ഈ സെന്റിമെന്റ് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോ ഈ ഭയം ഉള്ളിൽ വെച്ചോളാണ് വലിയൊരു ആർട്ടിസ്റ്റിന്റെ കൂടിയാണത്. അന്ന് കത്തി കൊണ്ട് കുത്തുന്ന ഒരു സീനായിരുന്നു. അപ്പൊ കത്തി കൊണ്ട് കുത്തുമ്പോ 2 ടേക്ക് പോയി. അത് ക്യാമറ ആംഗിൾ വ്യത്യാസം വരുത്തിയപ്പോ അടുത്ത ടേക്കില് മമ്മൂക്ക കൈ തട്ടുന്ന ഒരു സീൻ, അതിൽ ചെറുതായിട്ടൊന്ന് പോയി മമ്മൂക്കയുടെ കൈ മുറിഞ്ഞു. അപ്പോ മമ്മൂക്ക കണ്ടില്ല, ഞാനും കണ്ടില്ല. അതായത് അത്ര മൈന്യൂട്ടായിട്ട് പോയത്. അത് കഴിഞ്ഞു പിന്നെ സീന്, അടുത്ത സീൻ തിരികെ വരുമ്പോ അത് മറ്റേ സൂപ്പർ ആക്ടർ അല്ല ആക്ട്രസ്, മറ്റേ പുള്ളിക്കാരത്തിന്റെ പേര് മറ്റേ പാർവതി, ഗ്രേസ് ആണ്. പുള്ളിക്കാരത്തി കണ്ടപ്പോ നമുക്ക് ചോര വരുന്നുണ്ട്. അപ്പൊ പുള്ളി അപ്പ ശ്രദ്ധിച്ചു. പിന്നെ എനിക്ക് പൈന് പോയി. കാരണം എന്റെ കയ്യിൽ നിന്നാണ് സംഭവിച്ചത്. എന്റെ കയ്യിൽ സംഭവിച്ചത് വെച്ചാല് കത്തി, ആർട്ടിന്റെ കത്തിയാണ്. കത്തിന്റെ എഡ്ജ് കുറച്ച് ഷാർപ്പ് ഉണ്ടായിരുന്നു. എഡ്ജ് പൊട്ടിയിട്ട് കുറച്ച് ഷാർപ്പായിട്ടുള്ള ഭാവം ചെറിയ ടച്ച് ഉണ്ടായിരുന്നു. പക്ഷെ അത് ബ്ലഡ് വന്നു. നമുക്ക് പുറംതിരിഞ്ഞ് അവിടെ ജനലെടുത്ത് നിന്നു. പുള്ളി ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ആ സമയത്ത്. പുള്ളി ഒന്നും പറഞ്ഞില്ല. പക്ഷെ
അല്ല അപ്പൊ പേടിയാവും ഇങ്ങനെ മുറിഞ്ഞു കണ്ടപ്പോ എന്റെ കൈ കൊണ്ടാണെന്ന് ഒരു ടെൻഷൻ വന്നു എന്റെ നന്നായിട്ട്. കൈയോട് എന്റെ അബദ്ധം കൊണ്ട് സംഭവിച്ചല്ല അത്. അത് ശരിക്കും പറഞ്ഞാൽ അതിന്റെ പ്രോപ്പർട്ടീന്റെ പ്രശ്നം കൊണ്ട് സംഭവിച്ചത്. പ്രോപ്പർട്ടീന്റെ ഞാൻ ചെയ്തപ്പോ പുള്ളി അറിഞ്ഞു പോലില്ല. പ്രോപ്പർട്ടീന്റെ പ്രശ്നമാണേലും അത് നമ്മുടെ തലയിൽ ഇരിക്കുമല്ലോ. അപ്പോ ആ ഒരു പേടിണ്ടായിരുന്നു, പുള്ളി എന്തെങ്കിലും പറയുമോ എന്നുള്ളൊരു പേടിണ്ടായിരുന്നു. പക്ഷെ അവിടെ തന്നെ ഒന്ന് ഞാൻ പറയാണെങ്കിൽ മമ്മൂക്കയുടെ മുഖം ശ്രദ്ധിച്ചോ? ദേഷ്യം വന്നായിരുന്നോ? പെട്ടെന്ന് മൈൻഡ് മാറി പുള്ളി പുറത്തിരിച്ച് ജനലിന്റെ അവിടെ നിന്നിട്ട് ബ്രീത്തിരുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തിരിഞ്ഞ് നിന്നിട്ട് എന്തെങ്കിലും പറയുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ നിന്നു. ഓടിയില്ല. എന്തെങ്കിലും പറയുവാണെ കേക്കാലോ എന്ന് പാവം. കേൾക്കുന്നല്ലോ. അപ്പൊ അത് അവിടെ തന്നെ നിന്നു. പുള്ളി പക്ഷെ ഒന്നും പറഞ്ഞില്ല. പുള്ളി എന്നോട് ഒരു ഡൗട്ട് സിമ്പിൾ ആയിട്ട് നമ്മളെ ഹാൻഡിൽ ചെയ്ത്. കാരണം പുള്ളി ചോദിച്ചു ഞാൻ ചെയ്യുന്നതിൽ മിസ്റ്റേക്ക് ആയിട്ട് തോന്നിയെന്ന് ചോദിച്ചു. അതായത് കൈ തടുക്കുന്ന രീതിയിൽ മമ്മൂക്ക അങ്ങനെ ചോദിച്ചു. എനിക്ക് ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റ് അങ്ങനെ നമ്മളെയും കൂടി കംഫർട്ട് ആക്കാനേ അല്ലേ? അപ്പൊ എന്താ പറഞ്ഞ അങ്ങനെ സാർ അത് ഇൻസൈഡ് ബ്ലോക്ക് ആണ് സാർ ചെയ്തപ്പോ ഔട്ട് സൈഡ് വന്നു. ഇൻസൈഡ് എങ്ങനെയാണ് ബ്ലോക്ക് വരുന്നത് പറഞ്ഞു. അപ്പൊ ഓക്കെ പറഞ്ഞിട്ട് ടേക്ക് പോയി. പുള്ളി അതുപോലെ ചെയ്തു. അപ്പൊ അതുകൊണ്ടാണോ കൈ മുറിഞ്ഞത്? അതുപോലെ ചെയ്തു. കൈ ഇങ്ങനെ എടുത്തപ്പോ കത്തി ഇതിലേക്ക് പോയി. അപ്പൊ ഈ ഒരു ഭാഗത്ത് അപ്പൊ ഇങ്ങനെയായിരുന്നു പോണ്ടിരുന്നത്. ഇങ്ങനെയായിരുന്നു ഔട്ട് എടുത്തപ്പോ കത്തി ഇതിലേക്ക് പോയി. പക്ഷെ അത് മുഖന്റെ തെറ്റുമല്ല, എന്റെ തെറ്റൊന്നും പറയാൻ പറ്റില്ല. ഈ പ്രോപ്പർട്ടിന്റെ മിസ്റ്റേക്ക് ആണ്. പ്രോപ്പർട്ടിന്റെ മിസ്റ്റേക്ക് ആണ്. അപ്പൊ അങ്ങനെ നമ്മളെ ഇതല്ലാത്ത കാരണത്താല് തെറ്റുകൾ വരുവാണെങ്കിലും അത് ലാസ്റ്റ് നിങ്ങളുടെ ചുമലിലായിരിക്കുമല്ലോ. പറഞ്ഞു വരുമ്പോ സ്റ്റണ്ട് എന്ത് കാര്യം നമ്മുടെ ഇതിൽ തന്നെ. അപ്പൊ നമുക്ക് പരിക്ക് പറ്റുകയാണെങ്കിൽ നമുക്ക് അത്ര ടെൻഷൻ ഇല്ല. നമ്മള് മുഖേന വേറെ ആർട്ടിസ്റ്റിന് പരിക്ക് പറ്റുമ്പോൾ അത് ഭയങ്കര ടെൻഷൻ. നമ്മള് കൂടാണ്, നമ്മൾ ഓക്കെ പറയും, എന്ത് പറ്റിയാലും ഓക്കെ പറയും. പുള്ളി പക്ഷേ ലാസ്റ്റ് വന്നിട്ട് തോളിൽ തട്ടി പേരൊക്കെ ചോദിച്ചു. ഓക്കെ എന്ന് പറഞ്ഞിട്ട് തട്ടിയിട്ട് വിട്ടത്. മമ്മൂക്ക പേരൊക്കെ ചോദിച്ചു. ഈ മുറിഞ്ഞതിന് ശേഷമാണോ എന്റെ മിസ്റ്റേക്ക് ആണോ എന്ന് ചോദിച്ചത്? അല്ലല്ല, അതിന് മുമ്പേ ഒരു ടേക്കിൽ പുള്ളി കൈ വന്നില്ല. ഒരു ലോക്ക് ചെയ്യുന്ന കൈ ലോക്ക് ചെയ്യുന്ന അതിലെ പുള്ളി ഇങ്ങനെ പിടിച്ചപ്പോ ലോക്ക് ചെയ്യാൻ പറ്റി. എന്തോ ഒരു മിസ്റ്റേക്ക് തോന്നി അതിൽ അന്ന് മാസ്റ്റർ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ തന്നെയാണ് അത് ചെയ്തത്, ഫൈറ്റ് ചെയ്തത്. അന്ന് പുള്ളി അങ്ങനെ എന്തോ ഒരു മിസ്റ്റേക്ക് പുള്ളിക്ക് തോന്നി. അത് എന്താണെന്നുള്ളത് അറിയാത്തതുകൊണ്ട് പുള്ളി എന്നോട് ചോദിച്ചത്. ഇപ്പൊ ലാലേട്ടനായാലും മമ്മൂക്കയാണേലും അങ്ങനെ ഒന്നും എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാലും ഒന്നും പറയില്ല എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പം പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ഇപ്പൊ ആർട്ടിസ്റ്റുകളൊക്കെ പുതിയ ആൾക്കാർ ആവേശത്തോടു കൂടി ഒന്നും ചെയ്യരുത്, നിങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. ജഗദീഷേട്ടനും അങ്ങനെ പറഞ്ഞു. സീനിയേഴ്സ് പറയും റഹ്മാനിക്ക എല്ലാവരും പറയും. അവര് മറ്റവർക്ക് പറഞ്ഞ ഭയങ്കര ആവേശമായിരിക്കും. തുടക്കത്തിലൊരു പരിപാടിയാണ്, സേഫ്റ്റി ഒന്നും നോക്കില്ല. മറ്റൊരു ക്യാമറയിൽ പക്കയാ, അതായത് ക്യാമറയ്ക്ക് അനുസരിച്ച് ചെയ്താൽ മതി, അതിന്റെ ആവശ്യമുള്ളൂ. പക്ഷെ ഇവര് റിയൽ ആയിട്ട് ചെയ്യും. വീഴേണ്ട കാര്യത്തിൽ വീഴണ്ട, കാരണം എന്ന് പറഞ്ഞാൽ ക്ലോസ് ഷോട്ട് ആയിരിക്കും. അവിടെ വീഴുന്നത് രജിസ്റ്റർ ആവും കൂടില്ല. അപ്പോ ഇവര് വെറുതെ വീഴേണ്ട കാര്യമില്ല, വെറുതെ ആ ക്യാമറയ്ക്ക് ഔട്ട് പോയാൽ മതി. അപ്പൊ ആ കേസിലൊക്കെ ഇങ്ങനെ ആവേശം കാണിക്കരുതെന്ന് സീനിയർ ആർട്ടിസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ടെന്ന് പല അനുഭവം കുറെ ഉണ്ടല്ലോ. ലാലേട്ടന് ഒരുപാട് അനുഭവം ഉണ്ട്. ലാലേട്ടൻ നന്നായിട്ട് ഒരു 12 സീക്വൻസ് ഒരുമിച്ച് കൊടുത്താലും പുള്ളി ഫൈറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞത്. ലാലേട്ടന്റെ കൂടെ ചെയ്യണം സാധിച്ചിട്ടില്ല. മേ ബി അല്ല, ഇപ്പോ ഒരു കളരിയുടെ ഒരു പരിപാടി അങ്ങനെ ഒരു സംഭവം പറഞ്ഞ് നമുക്ക് കൺഫേം ആയിട്ടില്ല. അത് വർക്ക് വന്നതിന് പറയാൻ വിചാരിച്ചിട്ടാണ്. ഏതായാലും എല്ലാവരുടെ കൂടെയും വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ന്യൂ തലമുറയില് ഫഹസാർ വെച്ചിട്ട് ബാക്കി എല്ലാ ടീമും ദുൽഖർ ഒരു ആഡായിരുന്നു. ഒരാളെടുത്തിട്ട് പാലത്തിന് മുകളിൽ ഓക്സിജൻ എന്ന് പറഞ്ഞിട്ടൊരു അതിന്റെ ഒരു ആഡ്. അതുപോലെ മറ്റേ നീവിൻ സാറ്, ആസിഫിക്ക, ടോവിനോ, ഓൾമോസ്റ്റ് എല്ലാവരുടെയും കൂടി ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫഹദ് ഫാസിലിന്റെ കൂടെ ചെയ്യേണ്ടത്. അതെ, ലുക്മാൻ, ധ്യാൻ, ബിബിൻ ജോർജ്. ഇപ്പൊ അപ്പു ആണേല്, അപ്പൂന്ന് ഞാൻ വിളിക്കണ അപ്പൂന്നാണ് അറിയാം. അപ്പു ആണേല് ജയിലറിൽ അവസരം കിട്ടിയിട്ട് അത് ചെയ്യാൻ പറ്റിയില്ലല്ലേ? അതെന്താ പറ്റിയേ? മറ്റൊന്നും കൊണ്ടല്ല, ഇവിടെ അത്രയും വലിയ ഉത്തരവാദിത്തമാണ് ഒരു സെറ്റിൽ ഞാൻ ചെയ്തു പോകുന്നത്. അത്ര റിസ്കുകൾ കാര്യങ്ങളെല്ലാം ഒരു ശ്രദ്ധ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മൾ കാരണം ഒരു റിസ്ക് അവിടെ വരാൻ എല്ലാരെയും അഫക്ട് ചെയ്യും. അതുകൊണ്ട് ഇഷ്ടപ്പെട്ട വേഷം അങ്ങ് നിരസിച്ചു. ഇല്ല, അത് ഇനിയും വരും പ്രതീക്ഷിക്കുന്നു, അത്രേ ഉള്ളൂ. വർക്കാണ് മുഖ്യം പറഞ്ഞത്, അതിനുള്ള പ്രേമം, പ്രണയം, അതുകൊണ്ട് ഇതിലവിടെ ഉറച്ചു നിന്നു. പ്രണയം എപ്പോഴും ഫൈറ്റിനോടാണ്. സിനിമ കാളിയലിന് വേഷം ഉണ്ടല്ലേ പൃഥ്വിരാജിന്റെ? കാളിയല് ഈ അടുത്തിപ്പോ ഒരു അതെങ്ങനെയാ അതിലെത്തിപ്പെട്ടെ? അത് ഞങ്ങള് മാസ്റ്ററെ കൂടെ ഒരു മീറ്റിങ്ങിന് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതിന്റെ പ്രൊഡ്യൂസർ ഒരു, അപ്പോൾ അതിലിങ്ങനെ കണ്ടപ്പോൾ തന്നെ
അടുത്തതിൽ ചെയ്യാൻ പറ്റുമോ ഡയറക്ടർ കണ്ടപ്പോ തന്നെ അടുത്ത പടത്തിൽ ക്യാരക്ടർ ആക്ട് ചെയ്യുമോ ചോദിച്ചു. ആക്ട് ചെയ്യുന്നു. ഒരുപാട് പടത്തിൽ ക്യാരക്ടർ ആ പുള്ളി അഭിനയിച്ച് കാണിച്ചു കൊടുക്കുമല്ലോ. അപ്പൊ തന്നെ ഡയറക്ടർ ഇവിടെ ഞാൻ ഡയറക്ടറിന് തൊട്ടിപ്പുറത്തിരിക്കണ്ടോ. അപ്പൊ തന്നെ പുള്ളിനെ വെച്ച് ആ സംഭവം ചെയ്താൽ മതിയായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പല സിനിമയിൽ. എന്താണ് ശരിക്കും കോമഡി റോളൊക്കെ നന്നായിട്ട് ചേരുവോ? എല്ലാം ചെയ്യും, സൂപ്പറായിട്ട് ചെയ്യും. ആക്ടിങ് ഇഷ്ടമാണോ? ഇഷ്ടമാണോ? ഞാൻ ബേസിക്കലി സിനിമയിലോട്ട് വരുന്നത് ഈ പറഞ്ഞ പോലെ അഭിനയം മോഹിച്ചാണ്. 1-2 പടത്തിൽ ഇങ്ങനെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ സ്റ്റാൻഡില് സിനിമയോടുള്ള പ്രണയം കാരണം സ്റ്റാൻഡിൽ നിൽക്കുന്നു. ഇപ്പൊ ഇതിലിങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. ഡ്യൂപ്പ് അല്ലാതെ ഇനി നമുക്കൊന്ന് അഭിനയിക്കണ്ടേ? ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ആക്ച്വലി. ഏതിലായിരുന്നു? ഇപ്പൊ ലേറ്റസ്റ്റ് കുണ്ടന്നൂരിലെ കുൽസിതലകള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമയിൽ കുണ്ടന്നൂരിലെ കുൽസിതലകള ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. സിനിമ കാണാനിട്ടോ. അതിലെ ഫൈറ്റും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അത്യാവശ്യം വൈറലായിട്ടുള്ള ലേഡീസ് ഫൈറ്റ്, കുടുംബശ്രീയും തൊഴിലുറപ്പും തമ്മിലുള്ള ഫൈറ്റ്. കുടുംബശ്രീയും തൊഴിലുറപ്പും തമ്മിലുള്ള ഫൈറ്റ് അത് നിങ്ങളാ ചെയ്തത്? ഞങ്ങളായിരുന്നു. തിരുവാതിര ടീമും പുറത്ത് തൊഴിലുറപ്പ് ടീമും കൂടി വന്നിട്ടുള്ള ഒരു ആ ഫൈറ്റ് ഭയങ്കര പിന്നെ വൈറലായിരുന്നു ഷോർട്സ് ഒക്കെ. അതെ അതെ അതെ. അത് അതിന്റെ ട്രെയിലർ കട്ട് ഫൈറ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് വലിയൊരു എക്സ്പീരിയൻസ്. അപ്പൊ അതിൽ നല്ല വേഷം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഇഷ്ടമാണോ സിനിമയിൽ അഭിനയിക്കാൻ? തീർച്ചയായിട്ടും അഭിനയിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവില്ലാതെ എനിക്ക് തോന്നുന്നു. അഭിനയിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ നമുക്ക് സ്റ്റണ്ട് അറിയുന്നതിനെ കൊണ്ട് കൂടുതൽ സ്റ്റണ്ടിനോട് താല്പര്യമുള്ളതിനെ കൊണ്ട് ഈ സ്റ്റണ്ട് ഡിപ്പാർട്ട്മെന്റിൽ നിൽക്കുന്നുണ്ട്. പിന്നെ അവസരങ്ങൾ ഇതുപോലെ മാസ്റ്റർ വഴി നമുക്ക് ചെറിയ ചെറിയ ക്യാരക്ടറിന്റെ അവസരങ്ങൾ കിട്ടുന്നുണ്ട്. സിനിമയിലായതുകൊണ്ട് എപ്പോഴും അതിനകത്ത് തന്നെ ഉണ്ടല്ലോ. അതെ, നിങ്ങളുടെ കൂട്ടത്തിലെ ആളില്ല, പുള്ളി ആ ക്യാരക്ടർ അത് ചെയ്തോട്ടെ. റോന്തിൽ ചെയ്തിരുന്നു, പക്ഷെ ആ ഷോട്ട് ഇല്ല. ചെയ്തിരുന്നു. അങ്ങനെ ഒരുപാട് അങ്ങനെ കാണിക്കാതിരുന്ന് ലാസ്റ്റ് ഒരു നല്ല വേഷങ്ങൾ കിട്ടും എല്ലാവർക്കും. മാസ്റ്ററിനും അതായിരുന്നു ഇഷ്ടം. അല്ല, ഇപ്പൊ ഇതിനോട് പാഷനായി ഭയങ്കര അതിനോടൊരു അഡിക്ഷൻ. അതിൽ പോയി കഴിഞ്ഞാൽ ഇതില് നമ്മുടെ കോൺസെൻട്രേഷൻ പോയി കിട്ടും. അതാ ഇപ്പം ഇത് നിങ്ങളെ ഫാമിലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പണ്ട് ആരോ പറഞ്ഞ ത്യാഗരാജ മാഷ് പറഞ്ഞിട്ടുണ്ട് സ്റ്റണ്ട് മാസ്റ്റേഴ്സിന് പെണ്ണ് കിട്ടില്ലെന്ന്. നിങ്ങൾക്ക് പെണ്ണ് കിട്ടിയില്ല, മരിച്ചു പോകുന്നുള്ളൊരു പേടിയുണ്ടാണ് അന്നത്തെ കാലത്തുള്ള പ്രശ്നങ്ങൾ. ഈ കാലഘട്ടത്തിൽ അങ്ങനെ ശരിയെന്ന് എനിക്ക് തോന്നുന്നു. ഇവര് 3 പേരെ കല്യാണം കഴിയും. ഇവര് 3 പേര്, നിങ്ങൾ 2 പേര്. എത്ര നാളെ കല്യാണം കഴിഞ്ഞിട്ട്? ഫാമിലിയെ കുറിച്ച് എന്താ പറയാ? വീട് എവിടെയാണ്? മലപ്പുറം അല്ലേ? കോഴിക്കോട്. എന്റെ വൈഫിന്റെ വീട് എന്റെ വീടിന്റെ തൊട്ടപ്പുറത്ത്. പ്രണയ വിവാഹമായിരിക്കും അപ്പൊ? എത്ര വർഷം പ്രണയിച്ചു? ഞങ്ങളൊരു 8 വർഷം പ്രണയിച്ചിട്ട് കല്യാണം കഴിഞ്ഞു. ഇപ്പൊ ഒരു 5 വർഷമായി. എത്രാം ക്ലാസ് മുതൽ പ്രണയിച്ചു? അവൾ 8 പഠിക്കുമ്പോ ഞാൻ +1 പഠിക്കുമ്പോ. അപ്പൊ ഇതൊക്കെ അന്നേരമൊന്നും ഇങ്ങനെ ഇതൊന്നും ഈ മോഹമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ? സിനിമാ മോഹം ഉണ്ടായിരുന്നു അന്ന്. ഈ പറഞ്ഞ പോലെ ഞാൻ +2 പഠിക്കുമ്പോ ഒരു കൂൾ ബാറിൽ വർക്ക് ചെയ്തിട്ട് സ്വന്തമായിട്ട് ഒരു ക്യാമറയും ജിംബൽ കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് സ്വന്തമായിട്ട് ഷോർട്ട് ഫിലിം ഒക്കെ എടുത്ത് അങ്ങനെ നടക്കുന്ന ഒരു ടൈമായിരുന്നു. അന്ന് സിനിമയിലേക്ക് എത്തിപ്പെട്ടിട്ടില്ല. പിന്നെ മാസ്റ്റർ ത്രൂ ആണ് സിനിമയിലേക്ക് എത്തിപ്പെടുന്നത്. പിന്നെ ലാസ്റ്റ് കുണ്ടന്നൂർ ചെയ്തു. ഭയങ്കരമായിട്ട് എന്താ പറയാ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നോ പ്രണയത്തിന്റെ സമയത്ത്? അവളുടെ വീട്ടിൽ ഇപ്പോഴും ഓക്കെ അല്ല, എന്റെ വീട്ടിൽ ഇപ്പൊ ഓക്കെ ആയി, ഇപ്പൊ കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നു. 5 വർഷമായി കല്യാണം കഴിഞ്ഞു, ഇപ്പോഴും ഓക്കെ ആയിട്ടില്ല? ഇല്ല. സ്റ്റണ്ട് മാസ്റ്റർ ഒക്കെ അല്ലേ, അപ്പൊ വീട്ടുകാരോട് പറഞ്ഞാ ഭയങ്കര ഒരു പവർ അല്ലേ? ഇല്ല, അവർക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പോഴും സിനിമയില് ഇങ്ങനെ തെണ്ടി ഐ മീൻ സിനിമയായിട്ട് ബന്ധപ്പെട്ട് സിനിമ എന്ന് പറയുമ്പോ എപ്പോഴും ഈ വീട്ടുകാർ ചിന്തിക്കുന്നത് സെക്യൂർ അല്ല, ജോബിനൊരു സെക്യൂരിറ്റി ഇല്ല. അപ്പൊ എപ്പോഴും നമ്മള് പുറകോട്ട് വലിക്കുന്ന ഒരു ഫാക്ടർ ഈ കുടുംബത്തിൽ നിന്നുള്ള പ്രോത്സാഹനം ഇല്ലാതെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അവർക്ക് അറിയില്ല സത്യം പറഞ്ഞത് എങ്ങനെയാണ് പരിപാടികൾ നടക്കുന്നതല്ല. അവരുടെ മൈൻഡിൽ ഇപ്പോഴും ഞാൻ ഇങ്ങനെ നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വെറുതെ സിനിമ എന്ന് പറഞ്ഞ് നടക്കുന്നു എന്നുള്ളൊരു ജോലി അറിയില്ല. അത് മാത്രല്ല സ്റ്റണ്ട് മാസ്റ്ററിനെ കുറിച്ച് അറിയുന്നവരാണെങ്കിൽ അതും കൂടി ചിലപ്പോൾ ഒരു പ്രശ്നമാവും. സേഫ്റ്റി ഇല്ലല്ലോ. അതെ, ഇത് ഞങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ്റ്റർ എപ്പോഴും പറയുന്ന ഒരു കാര്യം, നമ്മൾ പട്ടാളക്കാരന്മാരിയാണ്. എപ്പോ പോയാലും, അതായത് ഇപ്പൊ ചില സമയത്ത് നമുക്ക് തലേ ദിവസം സിനിമയിലേക്ക് വർക്ക് വരാറുണ്ട്, നാളെ കയറിക്കോ എന്ന് പറഞ്ഞിട്ടുള്ള വർക്ക് വരാറുണ്ട്. മൊത്തത്തിൽ സിനിമാക്കാർക്ക് പെണ്ണ് കിട്ടില്ല എന്ന് ആണ് പണ്ടൊക്കെ പറഞ്ഞിരുന്നത്. ഇപ്പോഴും അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? അല്ല, സിനിമയിലെ വലിയ നായകന്മാരല്ലാത്തവരുടെ അവസ്ഥയാ ഞാൻ പറഞ്ഞേ. ഈ അടുത്തും കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ ജോലി സിനിമയിൽ, ജോലിയായിട്ട് ഒന്നുമില്ലേന്ന് അങ്ങനെ ചോദിക്കാറുണ്ട്. അത് അങ്ങനെ പറയുമ്പോ നിങ്ങൾ അത്രയും പാഷനേറ്റ് ആയിട്ട് വരുമ്പോ നിങ്ങൾക്ക് ഭയങ്കര ഒരു വിഷമാവില്ലേ? ഞാനൊരു ആവശ്യത്തിന് പോലീസ് സ്റ്റേഷനിൽ പോയ സമയത്ത് പോലീസുകാരൻ ചോദിച്ചു എന്താ ജോലി, എന്താ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞ സിനിമയിലിസ്റ്റ് ഉണ്ട്, എനിക്കൊക്കെ വേറെ എന്താ ജോലിക്ക് പോയിക്കൂടെ?
എനിക്കെന്തെങ്കിലും ജോലിക്ക് പോയിക്കൂടെ? അവരെ ജോലി അല്ലാതെ വേറെ എന്താണ്? ആ സിനിമയിൽ സ്റ്റണ്ട് ചെയ്യുന്നത് പറഞ്ഞാൽ ജോലി അല്ല എന്നുള്ളൊരു പോലീസുകാരൻ അങ്ങനെ പറഞ്ഞു. അറിയില്ല കൊണ്ടായിരിക്കും. സിനിമയിൽ മാത്രമല്ല, ഇപ്പൊ വേറെ പറയുന്നത് ഇപ്പൊ ലീഡായിട്ട് നിൽക്കുന്ന ഒരുപാട് കാശുകാരനൊക്കെ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ഒക്കെ വന്നിട്ട് നമ്മുടെ കേരളത്തിലൊന്നും പരിചയപ്പെടുമ്പോൾ ഈ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊന്നും ചോദിക്കാറുണ്ട്. പോലീസ് സ്റ്റേഷനിലൊക്കെ പോയപ്പോ എന്തെങ്കിലും പണിക്ക് പോയിക്കൂടെ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ എല്ലാരും ചോദിച്ചുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു ചോദ്യം നേരിട്ടിട്ടുണ്ടോ? പോലീസ് പിടിച്ചിട്ടുണ്ട് ആ ഈ കോലം കൊണ്ട്, ഈ രൂപം കൊണ്ട് താടിയൊക്കെ വെച്ചത് കൊണ്ട് പോലീസ് പിടിച്ചിട്ടുണ്ട്. RPF ഒരുപാട് എറണാകുളം, കോഴിക്കോട്, പാലക്കാട്. ഒരു തെറ്റിദ്ധാരണ താടി മുടി വളർത്തിയ ആൾക്കാർ എങ്ങനെയാണെന്ന്. ഇപ്പൊ ഇനി ബോഡി ഷേമിങ് അങ്ങനെ ഒന്നും ചെയ്യരുത്, അത് വലിയൊരു കുറ്റമാണ്. ഇനി നമ്മുടെ രൂപം നോക്കിയിട്ട് ഒന്നും ഞങ്ങളുടെ റൂമിൽ കയറി വരും ലഹരി ഉണ്ടോന്ന് ചോദിച്ചാൽ. ഈ അടുത്ത് ഡാൻസ് ടീം വന്നിട്ട് റൂം ചെക്ക് ചെയ്യും. ഇവർ രണ്ടുപേരും പുറത്തായിരുന്നു, ഹോട്ടൽ റൂമിലായിരുന്നു. അത് ടീം വന്നു. ഞാൻ ഡോർ ലോക്ക് ചെയ്തില്ല, ഓൾറെഡി ഓപ്പൺ ആയി കിടക്കുന്നു. ഓരോന്ന് ഡോറൊന്നും ലോക്ക് ചെയ്തില്ലല്ലോ, അവരെ കയറി ഇവിടെ കയറി. ഇന്ന ടീമാണ്, എക്സൈസിന്റെ ടീമാണ്, റൂം പരിശോധിക്കാൻ വന്നത്. സിനിമയിലല്ല വർക്ക് ചെയ്യുന്നത്. സിനിമയിലല്ല, അതേ അവർ ധാരണ വെച്ചിരിക്കുന്നത് സിനിമയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ ലഹരി ഉണ്ടാവും കയ്യിൽ എന്നുള്ളൊരു ധാരണ വെച്ചിട്ട് അവർ വരുന്നു. പക്ഷേ റൂമിൽ മൊത്തം തപ്പി, ഒന്നും കിട്ടിയില്ല. അപ്പോൾ ചോദിച്ചു സിനിമയിൽ എന്താ ചെയ്യുന്നത്? സ്റ്റണ്ട് ഡിപ്പാർട്ട്മെന്റ്. സ്റ്റണ്ട് ഡിപ്പാർട്ട്മെന്റ് അല്ലേ, അപ്പം എന്നൊരു അങ്ങനെ ഒരു ഒരാളങ്ങനെ പറഞ്ഞു. ചിലപ്പോൾ ഉണ്ടായില്ല, കാരണം സ്റ്റണ്ട് ടീമിന്റെ അടുത്ത് അധികം അങ്ങനെ കേൾക്കാറില്ല, കാണാറില്ല. ആർട്ടിസ്റ്റുകളുടെ അടുത്ത് കൂടുതലായിട്ട് കേട്ടിട്ടുണ്ട്. നമ്മുടെ അടുത്ത് ആർക്കും ഇതുവരെ അങ്ങനെ ഉപയോഗിച്ചിട്ട് നമുക്ക് അറിയില്ല. അത് വന്നു. എന്നിട്ട് ലാസ്റ്റ് പോകുമ്പോൾ ഒരു ആള് ഡയലോഗ് പറഞ്ഞു പോയി, എന്തറിയോ, നിങ്ങളൊക്കെ സിനിമക്കാരെന്ന് പറഞ്ഞിട്ട് നടക്കുന്നത്? അതൊരു ചോദ്യം. അതെ, നിങ്ങള് സിനിമാക്കാര് ലഹരി കൊണ്ട് നടക്കണം എന്നാണ് അവർ ഉദ്ദേശിച്ചത്. സിനിമാക്കാരാണെന്ന് പറഞ്ഞ് നടക്കുന്നത് എന്തിനാന്ന്? ഒന്നുമില്ലല്ലോ. ഒന്നുമില്ലല്ലോ, ആ ചോദ്യം. അതാണ് കറക്റ്റ്. സിനിമാക്കാരാണെന്ന് പറയുമ്പോ ലഹരി വേണം, ആ ഒരു ഇതാണ് അവർക്ക്, പോലീസുകാർക്ക്. അപ്പൊ പോലീസ് കുറെ പിടിച്ചെന്ന് പറഞ്ഞാൽ ഈ താടിയൊക്കെ നീട്ടി വളർത്തി ബാഗ് ചെക്ക് ചെയ്തു ഒരുപാട്. അപ്പൊ ഒന്നുമില്ലാതെ ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ ചോദിച്ചില്ലേ? ഇല്ല, നേരെ പിടിച്ച് RPF ഓഫീസിൽ കൊണ്ടുപോയി ചോദിച്ചാൽ ഇടി ഇട്ടു. ഞാനൊന്നും ചോദിച്ചില്ല, എനിക്കറിയാം അതിലൊന്നുമില്ലല്ലോ, പിന്നെ ഞാൻ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ കാർഡ് ഉണ്ടായിരുന്നു, നമ്മളെ സംഘടനയുടെ കാർഡ് ഉണ്ടായിരുന്നു, അത് കാണിച്ചു. സാറേ എങ്ങനെയാണ്? ഇപ്പൊ ആ പോലീസുകാരൻ നല്ല കമ്പനിയാണ്. അല്ലെങ്കിലും പിന്നെ പോലീസല്ല ആരായാലും ഇപ്പം താടി വളർത്തുക അല്ലെങ്കിൽ മുടി നീട്ടുക അങ്ങനെയൊക്കെ ഇപ്പൊ അങ്ങനത്തെ ലുക്കായിട്ടൊക്കെ നടക്കുമ്പോൾ അവരിങ്ങനെ ലഹരി ഉപയോഗിക്കും, മയക്കുമരുന്ന് അടിമകൾ, അങ്ങനത്തെ ഒരു കാറ്റഗറിയിലേക്ക് പെടുത്തുന്നുണ്ട്. അതൊരു തെറ്റായ പ്രവണതയല്ലേ? തീർച്ചയായിട്ടും 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 വിലയിരുത്താണ്. ഓൾറെഡി അവരങ്ങോട്ട് ഫിക്സ് ചെയ്തു. എന്നാൽ നേരെ തിരിച്ചുണ്ടായിട്ടുണ്ട് കേട്ടോ. ചിലരൊക്കെ വന്നിട്ട് സെൽഫി എടുത്തിട്ട് പോയിട്ട് അങ്ങനെ സംഭവിക്കാറുണ്ട്, ഇങ്ങനെ സംഭവിക്കാറുണ്ട്. CI വന്ന് സെൽഫി എടുത്ത് ഒരു വിഭാഗം പോലീസുകാർ അങ്ങനെയാകുമ്പോ അതിൽ തന്നെയുള്ളവർ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം കല്യാണം കഴിച്ചില്ലല്ലോ അല്ലേ? പ്രണയമൊക്കെ ഉണ്ടോ? പ്രണയം ഉണ്ടായിരുന്നു, കോളേജിൽ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നു. മരിച്ചു, ഒരു ആക്സിഡന്റിൽ മരിച്ചു. പിന്നെ അതിനുശേഷം നിർത്തി, പരിപാടി നിർത്തി. അയ്യോ, അതിനുശേഷം ഇന്ന് വരെ പ്രണയിച്ചിട്ടില്ല. എത്ര വർഷം മുൻപായിരുന്നു അത്? ഇപ്പോ കോളേജ് ഒരു 10-12 വർഷമുണ്ടാവും. അതിനുശേഷം ആരോടും ഒരു പ്രണയം തോന്നിയിട്ടില്ല? എന്തായിരുന്നു? അപ്പൊ ആ ഒരു ഓർമ്മയിലാണ്? ഇല്ല, ഓർമ്മകൾ മനുഷ്യൻ പറഞ്ഞാല് അങ്ങനെ പോവല്ലേ, ട്രാവൽ ചെയ്ത് പോകുന്നുണ്ടല്ലോ. ഇനി കല്യാണം കഴിക്കാനും ആഗ്രഹിക്കുന്നില്ല? ആഗ്രഹങ്ങളുണ്ട്, ഇല്ലായിട്ടല്ല. പക്ഷെ ഞാൻ പറഞ്ഞ ഒരു ഡ്രീം ഉണ്ട്, ആ ഡ്രീമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ സിനിമയോടാണ് സമാധാനം ഉണ്ടല്ലോ. ഈ കല്യാണം കഴിച്ചോണ്ടാണ് ഉദ്ദേശിച്ചതല്ല. ഇവര് കുഞ്ഞുണ്ട്, എങ്ങനെ പ്രണയ വിവാഹമായിരുന്നോ? കൊറേ വർഷം പ്രണയിച്ചോ? ഇല്ലില്ല, ഒറ്റ വർഷം. കല്യാണം പോലും ഞാൻ ഷൂട്ടിനിടല്ല. അതായത് ഞാൻ കല്യാണത്തിന്റെ അന്ന് വരുന്നു, മീൻസ് തിരിച്ചു പോകുന്നു, തലയിട്ട് തിരിച്ചു പോയായിരുന്നു ഷൂട്ടിങ്ങിന്. ആണോ? വീട്ടിലേക്കൊന്നും പോയില്ല നേരെ? ഇല്ലില്ല, ഞാന് കല്യാണത്തിന് അന്നാ വരുന്നത്, താലി കെട്ടാനായിട്ട് വന്നത്. ലൊക്കേഷനിൽ വന്ന് താലി കെട്ടി നിങ്ങള് ഒരുക്കിയിട്ട് വിട്ടു. നാട ശങ്കർ സാറിന്റെ നാളെയാണ് കല്യാണം വെച്ചിട്ട് അവിടെ ഷൂട്ടിലാണ്.
ഷൂട്ടിംഗ് ഏകദേശം കഴിയാറായപ്പോ സാർ ഒരു ദിവസത്തേക്ക് ഗ്യാപ്പ് തന്നു. എന്ത് ചെയ്യും? എന്തിനായിരുന്നു? എന്റെ കല്യാണം ഒരു കല്യാണം കഴിച്ചിട്ട് ആരാലും എന്റെ കല്യാണം ആ ശങ്കർ സാറ് നമ്മളെ അപ്പൊ വിട്ടു. അയ്യോ, കല്യാണത്തിന്റെ ഭക്ഷണം പോലും കഴിച്ചില്ല. ജസ്റ്റ് കഴിച്ചിട്ട് പെട്ടെന്ന് പോകുന്നത് ഓർമ്മയിലേക്ക് ഒരു മിന്നായം പോലെയായിരുന്നു. കല്യാണത്തിന്റെ രാത്രി പോയായിരുന്നു വീട്ടില്? ആ ഷൂട്ട് അതായത് ഒരു വലിയൊരു സീനായിരുന്നു, ആക്ഷൻ സീനായിരുന്നു. അയ്യോ, ഒരു കാർ അടിക്കുന്ന ഷോട്ട് അപ്പൊ കല്യാണം കഴിഞ്ഞ് രാത്രി പെണ്ണിനെ ഒറ്റക്കാക്കി. ആക്കണ്ട വന്നു. ദിവസം രാത്രി പുലർച്ചെയാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. തിരിച്ചു പോവാണ്. അതായത് താലി കെട്ടി വീട്ടിൽ ജസ്റ്റ് ഒന്ന് കയറി എല്ലാവരോടും ചാറ്റ പറഞ്ഞു. അപ്പൊ തന്നെ പോകണ്ടോ? ഈ ഫസ്റ്റ് നൈറ്റിന് ഭർത്താവ് കൂടെ ഇല്ലാത്ത ഏക കല്യാണം സ്റ്റണ്ട് മാസ്റ്റർ റോബിന്റെ ആയിരിക്കും. ഇപ്പോഴും പരാതി ഉണ്ട്. പ്രണയമായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇങ്ങനെ അതെ, പുള്ളിക്ക് മനസ്സിലായി, പരിപാടി അറിയാതെ. പ്രണയമായോണ്ട് എല്ലാത്തിനും സപ്പോർട്ടാണ്. ആ വീട്ടുകാരൊക്കെ സപ്പോർട്ടായിരുന്നോ കല്യാണത്തിനൊക്കെ? പിന്നെ തീർച്ചയായിട്ടും വീട്ടുകാർ സപ്പോർട്ടായിരുന്നു. വീട്ടുകാർക്ക് അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവർക്ക് ആർക്കും പരിപാടി അറിയാൻ പാടില്ല ഇപ്പോഴും. എന്നാലും ഇത് ആദ്യമായിട്ടാണ് ഈ കഥ ഇപ്പം പറഞ്ഞത്. നന്നായിട്ട് അല്ലേ, ഞാൻ അറിയില്ലായിരുന്നു. മുടക്കിന്നല്ല, മീൻസ് എറിക്ക് എന്ന് പറഞ്ഞ പടത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഈ സംഭവം. അപ്പോൾ പെട്ടെന്ന് ഡേറ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ആയി പോയതാണ്. ഏറെക്കുറെ അവിടുത്തെ ഒരു സിറ്റുവേഷനും ഉണ്ട്. അങ്ങനെ പെട്ടെന്ന് പോയിട്ട് കല്യാണം കഴിച്ച് താലി കെട്ടിയിട്ട് നേരെ ലൊക്കേഷനിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ വീട്ടുകാരൊക്കെ വഴക്ക് പറഞ്ഞോ? എടാ, അവർക്കിത് ഓൾറെഡി കുറെ ആയി നമ്മള് വർക്ക് ഇതാണ്. പെട്ടെന്ന് ഇപ്പൊ തന്നെ നേരെ ഷൂട്ട് ലൊക്കേഷനിലേക്ക് പോകേണ്ട, അങ്ങനെ പോവാ. നമ്മുടെ വർക്ക് അങ്ങനെയൊക്കെ വരും. ഓ അപ്പൊ പേഴ്സണൽ കാര്യമല്ല അവിടെ പ്രധാനം, വർക്കാണ്. എന്നാലും ഇങ്ങനെയും കല്യാണം കഴിക്കാന്നുള്ളതില്ലേ ഇപ്പൊ ഞാൻ ചിന്തിക്കുമായിരുന്നു. ചെലവ് ചുരുക്കിയിട്ട്. അല്ല, അവിടെ ഭക്ഷണമൊക്കെ കൊടുത്തില്ലേ? അത് കൊടുത്തു അത് അവിടെ നടന്നു. പക്ഷെ ഇത് പെട്ടെന്നായിട്ട് പോയിട്ട് ആ സീക്വൻസ്, ആക്സിഡന്റ് സീൻ ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. കാരണം അല്ലെങ്കിൽ എല്ലാ ലൊക്കേഷനും നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് അന്നത്തെ ദിവസം മൊത്തം ഷൂട്ടിലാണ്. ഭയങ്കര എക്സ്പെൻസ് ആയിരിക്കും. നമുക്ക് തിരിച്ചു വന്നിട്ടും ആഘോഷിക്കാലോ. പിന്നെ പ്രണയ വിവാഹമാണ് ആണല്ലോ. അതെ. അതുകൊണ്ട് അത് വലിയ വിഷയം ഉണ്ടായിരുന്നില്ല. ഷോട്ട് എടുത്ത് ഹാപ്പിയായി. പ്രൊഡ്യൂസറെ നമുക്ക് മാനിക്കണല്ലേ, ഇവിടെ നിന്നൊക്കെ ചിലപ്പോൾ പൈസ. ശങ്കർ സാറിന്റെ പടമായിരുന്നു. അതെ, നടൻ ശങ്കർ സാറ് ഡയറക്ട് ചെയ്യുന്ന പടമാണ്. റിലീസായിട്ടില്ല. എറിക് എന്ന് പറഞ്ഞിട്ട് പടം. അതിൽ വലിയൊരു റിസ്ക് ഷോട്ട് ഉണ്ടായിരുന്നു. പുള്ളിക്കാരനെ ചെയ്ത് മുഖം മൂടിയിട്ട് കാറടിച്ച് ഒരു മതിലൊക്കെ ഇടിച്ച് പൊളിച്ച് കയറി വരുന്നൊരു ഷോട്ട്. ഹേമന്ത് കുഴപ്പമൊന്നുമില്ലായിരുന്നു. സന്തോഷം. അപ്പൊ ഇനി ഒരാളും കൂടെ വിവാഹം കഴിച്ചാണ്. എവിടെയാ വീട്? മലപ്പുറത്തല്ലേ വീട്? മലപ്പുറത്ത് തന്നെയാണോ ചേച്ചിയുടെ വീട്? പ്രണയ വിവാഹം തന്നെയാണോ? ആണോ? അപ്പൊ എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? 7 വർഷമായി. കുട്ടിയൊക്കെ എത്രയിലാ പഠിക്കുന്നേ? അപ്പൊ സിനിമയിലൊന്നും ആരെയും പ്രണയിച്ചിട്ടില്ല? നഷ്ടപ്രണയങ്ങളുണ്ട്. എത്ര ഉണ്ടായിരുന്നെന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നേ അങ്ങനെ പ്രണയമൊന്നുമില്ല. കാരണം ഒരു പാവം പോലെ സ്റ്റണ്ട് മാസ്റ്റർ ആണെന്ന് ഒന്നും തോന്നുന്നില്ല എനിക്ക്. അത്രയും ഒരു കൂട്ടത്തിലേ നല്ല ചിരിയും നല്ല സ്മൈലാ, ക്യൂട്ട് സ്മൈൽ. അപ്പൊ എല്ലാരും ചിരിക്കുവാണോ? പല്ലിളകി പോയത് ഞാൻ ഇനിയൊന്നും പറയുന്നില്ല. അപ്പൊ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടല്ലേ? അപ്പൊ എത്ര സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട്? 45. നമുക്കുണ്ട് സ്റ്റണ്ടിന്റെ ഒരു അത് നമ്മളിപ്പോ അറിയാലോ, അവിടെ പോയിട്ട് സമയം പോകണമെന്ന് വിചാരിച്ചിട്ട് എല്ലാം സിനിമയായിട്ട് പുതിയതായിട്ട് പഠിക്കാൻ വരുന്ന എല്ലാവർക്കും ഒരു സ്റ്റണ്ട് ട്യൂട്ടോറിയൽ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് ജീവിക്കാനുള്ള അതിപ്പോ അടുത്ത് തുടങ്ങിയിട്ടുള്ളൂ. നിങ്ങൾ യൂട്യൂബ് ചാനലിന്റെ പേര് 2 പേരുടെയോ? സൂര്യയുടെ അല്ല, നമ്മുടെ ഈ അടുത്ത് തുടങ്ങി. വൈശാഖിന്റെ വൈഷ് ടോക്സ് വ്ളോഗ്സ് ആണോ ഇടുന്നേ? അതെ, ബാക്ക് ഫ്ലിപ്പ് 5 മിനിറ്റ് കൊണ്ട് പഠിക്കാം. സ്റ്റണ്ട് പഠിപ്പിച്ചു തരുമോ എന്തേലും? അല്ല, പെട്ടെന്ന് പഠിക്കാൻ പറ്റുമോ? തീർച്ചയായും താല്പര്യമാണെങ്കിൽ പഠിക്കാം. ആർക്കും ചെയ്യാവുന്നത്. ഏറ്റവും കൂടുതൽ ലേഡീസ് ആയിരിക്കും സൂപ്പറായിട്ട് പഠിക്കുക ചെയ്യാം. ഞങ്ങൾ ഞെട്ടിച്ചിട്ടുണ്ട് ദർശനൊക്കെ. നിങ്ങളുടെ യൂട്യൂബ് ചാനലും കൂടി ഒന്ന് പറയാം. ഡൈനോറക്സ് സ്റ്റണ്ട് ഫിലിംസ്. അത്ര ഡൈനോറക്സ്
ഇൻസ്റ്റന്റ് ഫീൽ. സ്പെല്ലിംഗ് ഡൈനോ റെഡ്സ്. അത് ഈ അടുത്ത് തുടങ്ങിയിട്ടുള്ളൂ. എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇപ്പോ? തുടങ്ങിയിട്ടുള്ളൂ. ഇനി അത് പൊളിക്കാനാണ് നിങ്ങളുടെ ആഗ്രഹം? ഞങ്ങൾക്ക് ഉണ്ടാവുന്ന ഇതൊക്കെ നമ്മൾ അതിൽ കാണിക്കാന്നുള്ളതും സ്റ്റണ്ട് ട്യൂട്ടോറിയലാണ്. എങ്ങനെ സിനിമ സ്റ്റണ്ട് ചെയ്യാം, എങ്ങനെയൊക്കെ സേഫ് ആയിട്ട് വീഴാം, ഇതൊക്കെയാണ് നമ്മുടെ. അപ്പൊ A to Z കാര്യങ്ങൾ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ നോക്കിയാൽ നമുക്ക് കാണാം. തീർച്ചയായിട്ടും. കാരണം കുറെ ആക്ടേഴ്സ് നമ്മളോട് എൻക്വയറി ചെയ്യാറുണ്ട് സിനിമ സ്റ്റണ്ട് പഠിക്കാൻ വേണ്ടി. പക്ഷെ നിങ്ങളുടെ ഓരോ ട്രിക്സ് ഒന്നും ഇവിടെ ഉണ്ടാ അല്ലെ? മൊത്തം റിവീൽ ചെയ്യില്ല, മൊത്തം ട്യൂട്ടോറിയൽ മാത്രം ജസ്റ്റ് ഒന്ന് ആദ്യത്തെ കുറച്ച് നമ്മുടെ അടുത്ത് വന്നാലേ നമ്മൾ പഠിപ്പിക്കും. ഇതാണ് ഫൈറ്റ് മാസ്റ്റേഴ്സ്, ഫൈറ്റേഴ്സ്. നമ്മുടെ സിനിമയിലെ എല്ലാവരും പുറമേ ഉള്ളേ, നമ്മൾ സ്ക്രീനിൽ ബിഗ് സ്ക്രീനിൽ മാത്രമേ ആൾക്കാരെ കാണാറുള്ളൂ. ഹീറോ, വില്ലൻ, ഇവരൊക്കെ അടിക്കുന്നത് പിടിക്കുന്നതൊക്കെ. പക്ഷെ അത്ര എഫേർട്ടാണ് ഇവരിടുന്നത്. ഇവരാണ് അവർ. 5 പേരല്ല, ഇവർ ഒരുപാട് യൂണിയനിലെ ആൾക്കാരുണ്ട്. ഒരുപാട് സന്തോഷം ഇത്രയും നേരം താങ്ക് യു സംബന്ധിച്ചത്.